Hello my dear students. ഈ വരുന്ന സഫയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഫിസിക്സിൽ നിന്നും 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 10th സ്റ്റാൻഡേർഡിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററും ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും അതിലെ മേജർ കോൺസെപ്റ്റ്സ് അലോങ് വിത്ത് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് സ്ഫെറിക്കൽ മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 30 cm. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് സ്ഫെറിക്കൽ മിറർ. ഇതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ഒന്ന്, റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വാല്യൂ 30 cm ആണ്. സോ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ വി ക്യാൻ ടേക്ക് R = 30 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു മിറർ എടുത്തു കഴിഞ്ഞാൽ ആ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇവിടെ ലൈറ്റ് റേസ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഈ ലൈറ്റ് റേസ് ഒരു മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നു. കണ്ടോ, ഫസ്റ്റ് ലൈറ്റ് റേ വരുന്നുണ്ട്, എയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ബി എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്യുവാണ്. അത് മിററിൻ്റെ ഒരു സ്മൂത്ത് സർഫസ് ആണ്. ആ സ്മൂത്ത് സർഫസിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തിരിച്ചു പോവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് ലൈറ്റ് റേ വന്നാലും ആ ലൈറ്റ് റേ വന്ന് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ എ കോമൺ പോയിന്റ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് അല്ലേ? ഇവിടെ നമ്മളൊരു മിറർ എടുത്തു കഴിഞ്ഞാൽ ആ മിററിൻ്റെ ജോമെട്രിക് സെൻറ്ററിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ P എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഈ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് F എന്ന് വിളിക്കുക. ഓക്കെ, പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് വിച്ച് ഈസ് നത്തിങ് ബട്ട് F = R/2. ഇനി എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? നോക്കൂ, ഈ C എന്നുള്ള പോയിന്റ് കാണാം അല്ലേ നിങ്ങൾക്ക്? C എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഈ ഒരു മിറർ ഏതൊരു സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ എടുക്കുന്നത് അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും എങ്ങനെ റിലേറ്റ് ചെയ്തേക്കുന്നു എന്ന് അറിയണം. ഒന്നുമില്ല, F = R/2. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 30 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക? R/2 ചെയ്താൽ മതി. ആറിൻ്റെ വാല്യൂ 30 cm ആണ്. സോ 30/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 cm. സോ ആൻസറിലേക്ക് നോക്കൂ, ഏതാണ് കറക്റ്റ് ആൻസർ വന്നേക്കുന്നത്? ഓപ്ഷൻ ബി, 15 cm ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇസ് 30 degree. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേസ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇസ് 30 degree. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിന എന്താണെന്ന് അറിയണം അല്ലേ? റിഫ്ലക്ഷൻ എന്താണ്? ഇവിടെ നമ്മളൊരു പ്ലെയിൻ മിറർ വെച്ചേക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പ്ലെയിൻ സർഫസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഈ പ്ലെയിൻ സർഫസിൽ ഒരു ലൈറ്റ് റേ ഫോൾ ചെയ്യുന്നു അല്ലേ? നിങ്ങൾക്ക് ഇൻസിഡൻറ്റ് റേ കാണാം. ആ റേ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഫോൾ ചെയ്യുന്ന ആ ഒരു ലൈറ്റ് റേ നമ്മൾ വിളിക്കുന്നത് എന്താ? ഇൻസിഡൻറ്റ് റേ എന്നാണ് വിളിക്കുന്നത്. ആ ഇൻസിഡൻറ്റ് റേ ഫോൾ ചെയ്ത് P എന്നുള്ളൊരു പോയിന്റിലാണ് അത് മീറ്റ് ചെയ്തേക്കുന്നത്. ദെൻ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു. ആ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന റേ ആണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നത്. സോ ഇൻസിഡൻറ്റ് റേ ഉണ്ട്, അതുപോലെ നമുക്ക് എന്തുണ്ട്? റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതിൻ്റെ നോർമലായിട്ട് ഓരോ ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻസിഡൻറ്റ് റേ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് വിളിക്കും. റിഫ്ലക്റ്റഡ് റേ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R എന്ന് വിളിക്കും. അങ്ങനെ 2 ആംഗിൾസാണ് നമുക്കുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R ഉണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? ഈക്വൽ ആണ് ആസ് പെർ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് 2 ലോയാണ് പ്രധാനമായിട്ടും ലോ ഓഫ് റിഫ്ലക്ഷനിൽ വരുന്നത്.
ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ at the point of incidence lie along the same plane. ഒരേ പ്ലെയിനിലായിരിക്കണം അല്ലേ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും അല്ലേ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വിച്ച് ഷുഡ് ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അത് മാത്രമല്ല ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് ദ റേ, ഇവിടെ ഇൻസിഡൻറ്റ് ആംഗിൾ ആണ് എത്ര തന്നേക്കുന്നത്? 30 തന്നേക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഇൻസിഡൻറ്റ് റേ? ഇതാണ് ഇൻസിഡൻറ്റ് റേ. റിഫ്ലക്റ്റഡ് റേ ഇതാണ്. ഈ രണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ടോട്ടൽ ആംഗിൾ അല്ലേ അവർ മീൻ ചെയ്യുന്നത്, ശരിയാണോ? സോ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ആംഗിൾ ഈക്വൽ ടു ഐ പ്ലസ് ആർ, ശരിയല്ലേ? ഐ പ്ലസ് ആർ ആണ് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു ആസ് പെർ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ഐ ഈക്വൽ ടു ആർ ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് 30 ഡിഗ്രി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 30 പ്ലസ് 30 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി. So what is the correct answer for this question? Option B, 60 degree is the right answer. Hope it is clear. Here we have the next question. So in question number 3, when an object is placed in front of a concave mirror at a distance 60 centimeter, an image is obtained on the screen at a distance 30 centimeter from the mirror. Find the focal length. അപ്പോൾ ഇതും ഒരു മിറർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്ക് റിഫ്ലക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് മിററിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കൂ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ. കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ശരിയാണോ? മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. എന്താണ് മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്? അതിനെ നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഗിവൺ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് 60 സെൻറ്റിമീറ്റർ. അതുപോലെ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ. അവിടെ ഇമേജ് ഉണ്ടായിട്ടുള്ള ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. എത്രയാണ് ഇമേജ്? 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇമേജ് ഫോം ചെയ്തേക്കുന്നത്. സോ വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ഇത് എന്ത് മിററാണ് തന്നേക്കുന്നത്? കോൺകേവ് മിററാണ് തന്നേക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ കോൺകേവ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റും ഇമേജും മിററിൻ്റെ ഒരേ സൈഡിൽ തന്നെയാണ് വരുന്നത് അല്ലേ, ശരിയാണോ? അവിടെ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന അതേ സൈഡിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഇമേജും ഫോം ചെയ്യുന്നത്. രണ്ടും മിററിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് ഫോം ചെയ്തേക്കുന്നത്. ഒബിയസ്ലി നമുക്ക് പറയാം നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ വി എന്ന് പറയുന്നത് അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതേ സൈഡ് ഓഫ് ദ മിററിൽ തന്നെയാണ് വിയും ഫോം ചെയ്തേക്കുന്നത് അല്ലേ. സോ ആസ് പെർ ദ സൈൻ കൺവെൻഷൻ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ ബി ഓൾസോ ടേക്കൺ ആസ് 30 സെൻറ്റിമീറ്റർ മൈനസ് 30 സെൻറ്റിമീറ്റർ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താ? നമുക്ക് മിറർ ഫോർമുല യൂസ് ചെയ്യാം അല്ലേ. എന്താണ് മിറർ ഫോർമുല? മിറർ ഫോർമുല എന്ന് പറയുന്നത് 1/f = 1/u + 1/v. നമുക്ക് സിംപ്ലി ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? f = uv/u + v. ഇതാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമ്മൾ മിറർ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്. മിറർ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ f = uv/u + v നമുക്കതിനെ എഴുതാം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് f = യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ -60 ആണ്. സോ -60 ഇൻറ്റു വിയുടെ വാല്യൂ എത്രയാണ്? -30 ആണ്. ഡിവൈഡഡ് ബൈ u + v, ദാറ്റ് ഈസ് -60 + -30. സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? മൈനസ് പ്ലസ് ആവും. 60 × 30 എന്നാണ് വരുന്നത് അല്ലേ. 60 × 30 ഡിവൈഡഡ് ബൈ -60 + -30 എത്രയാത്?
90 ആണ് വരുന്നത്. ഈ 30 90-ൽ എത്ര ടൈംസ് കട്ടായി പോവും? 3 ടൈംസ് കട്ടായി പോവും. ഈ 360-ൽ 20 ടൈംസ് കട്ടാവും. സോ വി ആർ ഗെറ്റിംഗ് -20 centimeter, which is the right answer. So answer is option A, -20 centimeter. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ പറ്റി 1-2 കാര്യങ്ങൾ നോക്കിയിട്ട് പോവാം. അതിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എവ്രി മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പോൾ ഇറ്റ് സെൽഫ്. നമുക്ക് ഈ മിററിൻ്റെ പോൾ ഉണ്ടല്ലേ, അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? പോളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പോള് കാണാം, ഇതാണ് പോൾ എന്ന് പറയുന്നത്. ഈ പോളിൽ നിന്നാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കും എടുക്കാം, അല്ലെങ്കിൽ പോളിൽ നിന്ന് റൈറ്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻസ് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഓഫ് യു ആൻഡ് വി, ഏത് മെഷർമെൻറ്റ്സ് ആയിക്കോട്ടെ, ഏത് മെഷർമെൻറ്റ്സ് നമുക്ക് പോളിൻ്റെ ഐദർ സൈഡിലേക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അതിൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, എവറി മെഷർമെൻറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം പോൾ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? The measurements which are taken in the same direction of incident ray, which is taken as പോസിറ്റീവ്. അതായത് ഇവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അല്ലേ, ഇതാ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് കണ്ടോ നിങ്ങൾ? ഈ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന എല്ലാ മെഷർമെൻറ്റ്സിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? പോസിറ്റീവ് ഡയമെൻഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് മെഷർമെൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഈ ഇൻസിഡൻറ്റ് റൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ അത് ടുവേർഡ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റിലേക്കാണല്ലേ വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. കാരണം ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിൽ, സെയിം ഡയറക്ഷനിൽ വരുന്ന മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതെല്ലാം എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കും. അതാണ് ഒരു സൈൻ കൺവെൻഷൻ. രണ്ടാമത്തത് ഈ ഹൈറ്റ് അപ്വേർഡ് ഡയറക്ഷൻ. നമ്മൾ അപ്വേർഡ് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടല്ലേ, ഈ ഇമാജിനറി ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിട്ടുള്ള ഹൈറ്റുകൾ, നമ്മൾ അപ്വേർഡ് മെഷർ ചെയ്യുന്ന എല്ലാ ഹൈറ്റുകളും എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഡൗൺവേർഡ് ആയിട്ടുള്ള ഹൈറ്റുകളെ നമുക്ക് എങ്ങനെ എടുക്കാം? നെഗറ്റീവായിട്ട് എടുക്കാം. സോ ഇത്രയും സൈൻ കൺവെൻഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഇമേജ് ഫോർമേഷനാണ് കാണിച്ചേക്കുന്നത്. ഇതൊരു മിററാണ്. എന്ത് ടൈപ്പ് ഓഫ് മിററാണ്? ഒരു കോൺകേവ് മിററാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ കോൺകേവ് മിററിലെ ഇമേജ് ഫോർമേഷനാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കോൺകേവ് മിററിൽ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചേക്കുവാണ്. ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഈ ഒരു മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു. ഫസ്റ്റ് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന ഇതിൽ കൂടെയാണ് ഫോക്കൽ പോയിന്റിൽ കൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സെക്കൻഡ് വരുന്ന ലൈറ്റ് റേ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഫോക്കസിൽ കൂടെ പോയി, ഫോക്കസിലൂടെ വന്നിട്ട് എന്ത് ചെയ്തു? മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുവാണ്. ഇമേജ് ഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് ഒബ്ജക്റ്റിന് പോള്, ഇവിടെ നമുക്കൊരു പോള് കൺസിഡർ ചെയ്യാമല്ലോ. ഇതാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന് പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ യു വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ? യു ഇസ് ദ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? സോ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ടു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ യു മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു എവറി മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പോൾ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ യുവിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ ഇമേജ് ഫോം ചെയ്തു. ഇമേജ് ഫോം ചെയ്ത ഇമേജിന് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു, അതാണ് വി. അപ്പോൾ ഇമേജ് ഫോം ചെയ്തേക്കുന്നതും ഈ മിററിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ പോളിൽ നിന്ന് തന്നെ വേണം ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ. അത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? വി ആണ് കിട്ടിയേക്കുന്നത്. കറക്റ്റ് അല്ലേ? സോ ആ വി എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. സോ ഇമേജ് ഡിസ്റ്റൻസും ഒരേ സൈഡിൽ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ? അതായത് നമ്മൾ ആ മെഷർമെൻറ്റ് എടുക്കുന്നത് എന്താ? പോളിൽ നിന്ന് തന്നെ വേണം മെഷർമെൻറ്റ് എടുക്കാൻ. സോ ലെഫ്റ്റ് വേർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി ഓൾസോ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ യുവും വിയും നമ്മൾ എന്തായിട്ട് എടുത്തു? നെഗറ്റീവായിട്ട് എടുത്തു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോളിൽ നിന്ന് മെയിൻ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരം. കണ്ടോ? പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെയാണ്? പോളിൽ നിന്ന് തന്നെയാണ്. അതും ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്? ഫോക്കൽ ലെങ്ത് എടുത്തേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ ഫോക്കൽ ലെങ്ത്തിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനായിട്ടൊരു ടിപ്പ് പറഞ്ഞു തരാം. കോൺകേവ് മിററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കൂ. കോൺകേവ് മിററോ കോൺകേവ് ലെൻസോ ആയിക്കോട്ടെ, അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ കോൺവെക്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കോൺകേവ് മിറർ ആണോ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ആയിരിക്കും, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 4. The image formed by a concave mirror is real, inverted and highly diminished. നോക്കൂ, കോൺകേവ് മിററാണ്. ആ കോൺകേവ് മിററിൻ്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷനാണ് അവർ പറഞ്ഞേക്കുന്നത്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, റിയൽ ഇമേജ് എന്താണ്? റിയൽ ഇമേജിനെ എപ്പോഴും നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇമേജസ് ആണ് അല്ലേ റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹൈലി ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടഡ് ഇമേജസ് ആണ് അല്ലേ, തല കീഴായിട്ടാണ് ആ ഇമേജ് ഫോം ചെയ്യുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതാണ്. ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും വളരെ ചെറിയൊരു സൈസിലാണ് എന്തിരിക്കുന്നത്? ഇമേജ് ഇരിക്കുന്നത്. സോ ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി, ഒബ്ജക്റ്റിനെ ഏത് പോയിന്റിൽ വച്ചാലാണ് നമുക്ക് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഇമേജ് കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കോൺകേവ് മിറർ, അതിൻ്റെ ഇമേജ് ഫോർമേഷനിൽ ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുവാണെങ്കിൽ കണ്ടോ, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഇൻഫിനിറ്റി നമുക്ക് കാണാം ലൈറ്റ് റേ റിഫ്ലക്ഷൻ നടന്നു. റിഫ്ലക്ഷൻ നടന്നിട്ട് ഇതെല്ലാം ഫോക്കസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഒരു പോയിൻറ്റ് സൈസുള്ള ഇമേജാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അവിടെ കിട്ടിയ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിൻറ്റ് സൈസുള്ള ഇമേജാണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി റിയൽ ഇമേജാണ്, ഇൻവേർട്ടഡ് ഇമേജാണ്, അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിൻറ്റ് സൈസ്ഡ് ഇമേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺകേവ് സ്ഫെറിക്കൽ മിറർ ഫോംസ് എ 40 cm high real image of an object whose height is 10 cm. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 10 cm. ദെൻ ഇവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ഇമേജിൻ്റെ സൈസ് 40 cm ആണ്. ഓക്കെ, the radius of the mirror is 60 cm. Find the object distance. മിററിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 60 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? സെയിം മിറർ ഫോമുലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിറർ ഫോമുല ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് അല്ലേ നമുക്ക്, സോറി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി ഫോമുലാനെ യൂസ് ചെയ്യാം. ഇതിൽ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന മിററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താ? കോൺകേവ് സ്ഫെറിക്കൽ മിററാണ്. കണ്ടോ, ഇതെന്താണ്? കോൺകേവ് സ്ഫെറിക്കൽ മിററാണ്. സോ കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ ഫോക്കൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ? 60 cm ആണ്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 6 അല്ലേ. 6 തന്നിട്ടുണ്ട്. എത്രയാണ്? 60 cm തന്നിട്ടുണ്ട്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? R/2 ആയിരിക്കും. സോ ദാറ്റ് ഈസ് 30 cm. യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ വി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് അല്ലേ. വി നമുക്ക് ഗിവൺ അല്ല, വിയും ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നത്തിങ് ബട്ട് ഹൈറ്റ് ഓഫ് ദ
ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി ഓൾസോ ഈക്വൽ ടു -v/u. കണ്ടോ, ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 40/10 is equal to -v/u എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 40/10 ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്, ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി? യുവിന് ഇവിടേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ വി ഈക്വൽ എന്താ കിട്ടുന്നത്? -4u എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് യുവിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എഫ് ഈക്വൽ ടു uv/u + v അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -30 സെൻറ്റിമീറ്റർ ഈക്വൽ ടു, കാരണം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എടുക്കണം, കോൺകേവ് മിറർ ആണ്, സോ അതിൻ്റെ നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ നമുക്ക് യു ആയിട്ട് തന്നെ എടുക്കാം. സോ നെഗറ്റീവ് ആണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് നെഗറ്റീവ്, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് -u മൾട്ടിപ്ലൈഡ് ബൈ വി. വി ഈസ് -4u ഡിവൈഡഡ് ബൈ u + v. u + v എന്ന് പറയുമ്പോൾ എന്താ വരിക? u എന്ന് പറയുന്നത് -u ആണ്, പ്ലസ് -4u. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -30 ഈക്വൽ ടു, ഈ മൈനസും ക്യാൻസൽ ആയിപ്പോയി അല്ലേ? ബാക്കി 4u² ഡിവൈഡഡ് ബൈ ഇതെത്ര കിട്ടുന്നത്? -5u എന്ന് കിട്ടും. ഇതിൽ ഒരു യുവും ക്യാൻസൽ ആയി പോയില്ലേ അല്ലേ? ബാക്കി എന്താ കിട്ടുന്നത്? ഈ -5നെ നമുക്ക് ഇതിനോട് ചേർത്തെടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 150 എന്ന് കിട്ടും. സോ 4u ഈക്വൽ ടു 150. 4u 150 ആണെങ്കിൽ u എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 150 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. സോ വാട്ട് ഈസ് ആൻസർ? 37.5 സെൻറ്റിമീറ്റർ. നമ്മളിവിടെ യൂണിറ്റ് കൺവേർഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്തിൽ തന്നെ ആൻസർ കിട്ടും? സെൻറ്റിമീറ്ററിൽ തന്നെ ആൻസർ കിട്ടും. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി, 37.5 centimeter. We have the next question. The question is a convex lens of power +6 diopter. ഇവിടെ ലെൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ട്, എത്രയാണ്? +6 diopter ആണ് പവർ തന്നിരിക്കുന്നത്. വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ കോൺകേവ് ലെൻസ് ഓഫ് പവർ -10 diopter. ഒരു കോൺവെക്സ് ലെൻസും തന്നിട്ടുണ്ട്, കോൺകേവ് ലെൻസും തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും പവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഈസ് പവർ? 1/4 ഫോക്കൽ ലെങ്ത് ആണ് പവർ എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? ബട്ട് ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഇൻ മീറ്റർ. നമുക്ക് പവർ ഡയോപ്റ്ററിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ ഏത് യൂണിറ്റിലാണ് എടുക്കേണ്ടത്? ഫോക്കൽ ലെങ്ത് മീറ്ററിലാണ് എടുക്കേണ്ടത്. ഫോക്കൽ ലെങ്ത് മീറ്ററിൽ എടുത്താൽ മാത്രമേ നമുക്ക് പവർ എന്തിൽ കിട്ടുള്ളൂ? ഡയോപ്റ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പവർ ഡയറക്റ്റ്ലി തന്നേക്കുവാണ് അല്ലേ? രണ്ട് ലെൻസ് ഉണ്ട്. ഇത് ലെൻസ് എന്നുള്ളൊരു ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ലെൻസ് ഉണ്ട്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്, ശരിയല്ലേ? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ഇതെന്താണ്? കോൺകേവ് ലെൻസ് ആണ്. സോ കോൺവെക്സ് ലെൻസിൻ്റെ പവർ തന്നിട്ടുണ്ട്, എത്രയാണ്? കോൺവെക്സ് ലെൻസിൻ്റെ പവർ +6 diopter ആണ്. കോൺകേവ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് -10 diopter ആണ് തന്നിരിക്കുന്നത്. ഇതിന് രണ്ടിനെ പവർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. ഫിഗർ കണ്ടോ നിങ്ങൾ? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്ര വരും? അല്ലെങ്കിൽ ഇത് എന്താ നേച്ചർ, ഏത് നേച്ചറിലാണ് അത് കാണപ്പെടുന്നത്? കോൺകേവ് ആയിരിക്കുമോ, കോൺവെക്സ് ആയിരിക്കുമോ, ഏത് ഫോമിലായിരിക്കും അത് കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ആദ്യത്തെ ലെൻസിൻ്റെ പവർ നമുക്ക് P1 ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ ലെൻസിൻ്റെ പവറിനെ നമുക്ക് P2 ആയിട്ട് എടുക്കാം. അപ്പോൾ P1 P2 പവറുള്ള രണ്ട് ലെൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P1 + P2 ആയിരിക്കും. ക്ലിയർ അല്ലേ? P1 + P2 എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ +6 diopter ആണ്, പ്ലസ് രണ്ടാമത്തേതിൻ്റെ -10 diopter ആണ്. നമുക്ക് എത്ര കിട്ടുന്നത്? -4 diopter ആണ് കിട്ടുന്നത്. സോ പവർ എന്ന് പറയുന്നത് നമുക്ക് -4 diopter എന്ന് കിട്ടി. എനിക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഡെഫിനീഷൻ 1/4 ഫോക്കൽ ലെങ്ത് വിച്ച് ഷുഡ് ബി ഇൻ മീറ്റർ.
പവർ ഡയോപ്റ്ററിലായിരിക്കണം എന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. സോ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. പവർ എന്ന് പറയുന്നത് എന്താ? 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ്. ഓക്കെ, സോ 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്ററിൽ നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പവർ തന്നേക്കുന്നത് -4 ഡയോപ്റ്റർ ആണ്. സോ -4 = 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എന്ന് എഴുതാം അല്ലേ? സോ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഈക്വൽ എന്താ കിട്ടുന്നത്? -1/4 കിട്ടും. നമുക്ക് മീറ്റർ ആണ്, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ഇൻറ്റു 100, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടിയേക്കുന്നത് എന്തിലായിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ ആൻസർ? 100 / 4 വി ആർ ഗെറ്റിംഗ് -25 സെൻറ്റിമീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ -25 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മീനിങ് എന്താ? 25 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിച്ചു. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ നേച്ചർ ഓഫ് ദ ലെൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ നേച്ചർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, -25 ഫോക്കൽ ലെങ്ത്ത് വന്നേക്കുക. അപ്പോൾ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്ത് വരുന്നത് ഏത് ലെൻസിൻ്റെ കേസിലാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ അത് കോൺകേവ് ലെൻസോ കോൺകേവ് മിററോ ആയിരിക്കും. സോ ഇവിടെ കോൺകേവ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരിക. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കോൺകേവ് 25 centimeter. Hope it is clear. Next we are going to discuss on Snell's law, that is refraction. റിഫ്രാക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ. സോ വാട്ട് ഈസ് സ്നെൽസ് ലോ? സ്നെൽസ് ലോ നമ്മൾ പറയുന്ന സമയത്ത് റിഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം അല്ലേ? ഇപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നിങ്ങൾക്ക് രണ്ട് മീഡിയം കാണാം. ഇവിടെ എയറും ഗ്ലാസ്സും ആണ് ഞാൻ എടുത്തേക്കുന്നത്. രണ്ട് മീഡിയമായിട്ട് ഒരു എയറും ഒന്ന് ഗ്ലാസ് എന്ന് പറയുന്ന രണ്ട് മീഡിയം എടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയത്തിൽ എയർ എന്നുള്ള മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്നുള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോക്കൂ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുക. നോർമലി അത് പോകേണ്ടിയിരുന്ന പാത്ത് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഈ ലൈറ്റ് റേ സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഒരു സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്ത് ബെൻഡ് ചെയ്യുന്നുണ്ട്. സോ വെൻ ദ ഇൻസിഡൻറ്റ് റേ ഫോൾസ് ഓൺ എ സർഫസ് അല്ലെങ്കിൽ എ ബൗണ്ടറി, ഇറ്റ് വിൽ ബെൻഡ് ഇറ്റ്സ് പാത്ത് either towards the normal or away from the normal. ഒന്നില്ലെങ്കിൽ നോർമലിൽ അടുത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ away from the normal ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കിവിടെ അറിയാം ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ ഈ വരുന്ന ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പാത്ത് അത് ബെൻഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ആ ലൈറ്റ് ബെൻഡ് ചെയ്ത് വേറൊരു പാത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഈ ഒരു ഫിനോമിനാണ് ആക്ച്വലി റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷൻ ഫിനോമിനൻ നടക്കുന്ന സമയത്ത് രണ്ട് മീഡിയം ഉണ്ട് അല്ലേ? ആ രണ്ട് മീഡിയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു വാല്യൂ കൺസിഡർ ചെയ്യാം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഒന്നാമത്തത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ മ്യൂ അല്ലെങ്കിൽ എൻ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. രണ്ട് രീതിയിലുള്ള നൊട്ടേഷൻസ് ഉണ്ട്, മ്യൂ അല്ലെങ്കിൽ എൻ. സോ വാട്ട് ഈസ് എൻ? എൻ ഇസ് ഈക്വൽ ടു C/V. ഇതാണ് ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ഫോർമുല. C/Vയിൽ സി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. ആൻഡ് വാട്ട് അബൌട്ട് വി? വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിനെ മീഡിയമാണ്. ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ആ ലൈറ്റിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ വി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി ഡിപ്പെൻസ് ഏത് മീഡിയം ആണോ ആ മീഡിയം അനുസരിച്ച് വിയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. സോ എപ്പോഴും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേക്കും സിംപ്ലി നമുക്ക് പറയാം N = C/V എന്ന് പറയാം. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ കേസാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. N/1 ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് മീഡിയം ഉണ്ട്,
ഇവിടെ ഒരു ഫസ്റ്റ് മീഡിയം ഉണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അപ്പോൾ ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? N21, which is nothing but refractive index of second medium with respect to first medium. ഇങ്ങനെയാണ് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? N2 by N1, that is absolute refractive index of second medium by absolute refractive index of first medium. ഇവിടെ നമുക്ക് രണ്ട് മീഡിയം ഉണ്ടല്ലേ. ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് N2 എന്നെടുക്കാം, ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N1 എന്നെടുക്കാം. സോ N2 N1 രണ്ട് നൊട്ടേഷൻസാണ് വരുന്നത്, കറക്റ്റ് അല്ലേ? സോ N2 by N1, ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നൗ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്നെൽസ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. സ്നെൽസ് ലോ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്നെൽസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇവിടെ R എന്ന് പറയുന്ന ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കാണാമല്ലോ. സോ സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മളിപ്പോൾ പഠിച്ച റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? So we can write it as sin I by sin R, that is equal to a constant which is called refractive index. Simply നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നല്ല എഴുതുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. കണ്ടോ, sin I by sin R equal to എന്ത് എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. അതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ സ്നെൽസ് ലോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് 4/3 ആൻഡ് ഫോർ ഗ്ലാസ് ഇസ് 3/2 വിത്ത് റെസ്പെക്ട് ടു എയർ. ഇവിടെ തന്നേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒരു മീഡിയം തന്നേക്കുന്നത് അല്ലേ, ഗ്ലാസും അതുപോലെ എന്താണ് വാട്ടറും, രണ്ട് മീഡിയം, അതിനെ എയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നേക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ തന്നേക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. എത്രയാണ് തന്നേക്കുന്നത്? 4/3. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എത്രയാണ് തന്നേക്കുന്നത്? 3/2. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചേക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. സോ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 എന്നതാണ് നിൽക്കുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് എഴുതാം? 3/2 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 4/3 ആണ്. ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3/2 ഇൻറ്റു 3/4 എത്ര ആൻസർ കിട്ടുന്നത്? 9/8 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ വിച്ച് ഇസ് എ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി, 9/8. Hope it is clear. Now we have the next question. The refractive index of dense flint glass is 1.65 and alcohol is 1.36. ഒരു ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, അതുപോലെ ആൽക്കഹോളിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസ് ഫ്ലിൻറ്റ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ ഇസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ് തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് എത്രയാണ്? 1.65 ആണ്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് 1.36 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൽക്കഹോൾ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് എത്രയാണ്? 1.36 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൽക്കഹോൾ. എത്രയാണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത്? 1.65. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.65 ഡിവൈഡഡ് ബൈ ഇവിടെ ആൽക്കഹോളിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 1.36 ആണ്. സോ വാട്ട് ആൻസർ യു ആർ ഗെറ്റിംഗ്?
We have 1.21. So the right answer for this question is option B, 1.21. Hope it is clear. Then അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലേ, ഇവിടെ ഒരു ഡെൻസർ മീഡിയം ഉണ്ട്, ഇവിടെ ഒരു റെയറർ മീഡിയം ഉണ്ട്. ഇപ്പോൾ വാട്ടറും എയറും എടുത്തേക്കുന്നത്, അല്ലേ, ഏതാ ഡെൻസർ മീഡിയം? വാട്ടറാണ് ഡെൻസർ മീഡിയം. ഏതാണ് റെയറർ മീഡിയം? എയർ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം. സോ എയറിനെ നമുക്ക് എന്താക്കി എടുക്കാം? റെയറർ മീഡിയമായിട്ട് എടുക്കാം. സോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് ഒബിയസ്ലി അത് ബെൻഡ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു, അല്ലേ. ലൈറ്റിൻ്റെ പാത്ത് ഒന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ചെറുതായിട്ട് അതിൻ്റെ പാത്ത് ബെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഫിഗർ അതാ കാണിച്ചേക്കുന്നത്. ഇൻസിഡൻറ്റ് റേ കയറി പോകുന്നു, പാത്ത് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റ് ചെയ്യുന്നു. അടുത്ത ഫിഗറിൽ നോക്കൂ, ഈ വന്നിരിക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, യു ക്യാൻ സി ആൻ ആംഗിൾ ഹിയർ, ദാറ്റ് ഈസ് θ1. യു ക്യാൻ സി ആൻ ആംഗിൾ θ1 ഹിയർ. സോ ഈ θ1 എന്ന് പറയുന്ന ആംഗിൾ when it becomes theta c എന്ന് പറഞ്ഞാൽ എന്താ? which is the critical angle, which is called critical angle. theta c ഉണ്ട്, അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. സോ ഈ theta c ആയി കഴിഞ്ഞാൽ, അതായത് θ1ൻ്റെ വാല്യൂ നമുക്ക് എത്രയാവണം? theta c ആവണം. theta c ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേക്ക് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഗ്രേസസ് ദ സർഫസ്. അത് ഗ്രേസ് ചെയ്തായിരിക്കും പാസ് ചെയ്യുന്നത്. എന്താ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ? ഇതിനെ ഗ്രേസിങ് എമർജൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന രീതിയിൽ അതെന്ത് ചെയ്യും? സർഫസിലൂടെ പാസ് ചെയ്യും. കണ്ടോ, ഇവിടെ നമ്മൾ റിഫ്രാക്ട് ചെയ്ത റേ എന്ന് പറയുന്നത് ആ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കീപ്പ് ചെയ്യുന്ന രീതിയിൽ സർഫസിൽ കൂടെ ഗ്രേസ് ഔട്ട് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗർ കണ്ടോ. മൂന്നാമത്തെ ഫിഗറിൽ എന്താ ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടല്ലോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിലോ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? The entire light ray will reflected back to the same medium by obeying laws of reflection. ഇവിടെ റിഫ്രാക്ഷൻ അല്ല പിന്നീട് നടക്കുന്നത്, പിന്നീട് റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്, അല്ലേ. അതായത് ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 42 ഡിഗ്രി ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിചാരിക്കൂ. ഈ 42 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ 45 ഡിഗ്രി കൊടുത്താൽ എന്താ പറ്റുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി, അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ എന്ത് പറ്റും? എൻറ്റയർ റേ വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക്. യു ക്യാൻ സീ ദ റിഫ്ലക്റ്റഡ് റേ. ഇതാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ആ കംപ്ലീറ്റ് ലൈറ്റ് റേസും എന്ത് ചെയ്യും? സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കേസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/sin c. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇതിൽ n എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് c? c ആണ് നമ്മളിവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് എടുത്തേക്കുന്നത്. c ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ നമ്മൾ θc എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ c എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ n ഈക്വൽ ടു 1/sin c, വിച്ച് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല in the case of total internal reflection. Hope it is clear. So ഈ ക്രിട്ടിക്കൽ ആംഗിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. So here we have the question, if the critical angle for total internal reflection from a medium to vacuum is 30 degree. ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലേ. 30 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ വാല്യൂ തന്നേക്കുന്നത്. The velocity of light in the medium is, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ആ ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളൊരു ടേം നമുക്ക് കിട്ടിയല്ലോ. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്ന സമയത്ത് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ട്, അല്ലേ. ഈ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ എഴുതാം? n ഈക്വൽ ടു 1/sin c എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ. n ഈക്വൽ ടു 1/sin c. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം, അല്ലേ. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡേറ്റ തന്നിട്ടുണ്ടോ? ഒരു ഡേറ്റയും തന്നിട്ടില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം.
എൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് എടുക്കാം, സി ബൈ വി അല്ലേ. സോ സി ബൈ വി ഈക്വൽ ടു 1/sin c എന്ന് എടുക്കാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി അല്ലേ, അതല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം എന്ന് പറയുന്നത്. സോ വി എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യും? വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സൈൻ സി. ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്, ഈ സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഈ സി എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, വിച്ച് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ സിയുടെ വാല്യൂ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് 3 × 10⁸ എന്ന് കൊടുക്കാം, ഇൻറ്റു സൈൻ സി. സൈൻ സി എത്രയാ? 30 ഡിഗ്രി ആണ് അല്ലേ ആംഗിൾ. അപ്പോൾ നമുക്ക് സൈൻ 30 എന്ന് കൊടുക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ ഇൻറ്റു വാട്ട് ഈസ് സൈൻ 30? സൈൻ 30 എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ നമുക്കിവിടെ 2ഉം 3ഉം കട്ട് ചെയ്ത് 1.5 എന്ന് എഴുതാം. സോ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? 1.5 × 10⁸. So the right answer for this question is option B, 1.5 × 10⁸. Hope it is clear. We have the next question. The velocity of light in glass is 1.5 × 10⁸ meter/second. Air is 3 × 10⁸ meter/second. If the ray passes through glass to air, ഇവിടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്ന എവിടേക്കാണ്? ഗ്ലാസ് ടു എയർ ആണ്. സോ ഗ്ലാസ് ടു എയർ ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇസ് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യാം. n = 1/sin c ആണ്. ഇവിടെ നമുക്ക് 2 മീഡിയം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഗ്ലാസ് ടു എയർ ആണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? ഇഫ് ദ ലൈറ്റ് റേ പാസസ് ത്രൂ ഗ്ലാസ് ടു എയർ, അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്ന് എടുക്കാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sin c. ഇതിൽ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. സൈൻ സിയിൽ സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ സൈൻ സിയിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം അറിയണം അല്ലേ, എൻ എയും എൻ ജിയും അറിയണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയറും അറിയണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ത്രൂ ഗ്ലാസും അറിയണം. പക്ഷെ നമുക്ക് ആ ഡാറ്റ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഡാറ്റ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസും തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എൻ എ എൻ ജി എന്നുള്ളതിനെ നേരെ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ബൈ വി അല്ലേ, ശരിയല്ലേ? സി ബൈ വി. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് എടുക്കാമല്ലോ. സോ 1/sin c ഈക്വൽ ടു സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸ ആണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 1.5 × 10⁸ ആണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3/1.5 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. നൗ ഇവിടെ 1/sin c ആണ് നമുക്ക് 2 തന്നിരിക്കുന്നത്. സോ sin c എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 ആയിരിക്കും. സിയുടെ ഏത് ആംഗിളിലാണ് സൈൻ 1/2 കിട്ടുന്നത്? അതായത് സൈൻ സി ഈക്വൽ ടു 1/2 കിട്ടി അല്ലേ. സൈൻ ഏത് ആംഗിളിലാണ് നമുക്ക് 1/2 കിട്ടുന്നത്? സൈൻ 30 ഡിഗ്രി അല്ലേ, ശരിയാണോ? സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2. സോ ഏതായിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് നോർമലി നമുക്കറിയാവുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാനാണ് അല്ലേ. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി വെലോസിറ്റിയോ അല്ലെങ്കിൽ അതെങ്കിലും റിലേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പകരം വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മിററും ലെൻസും റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ സ്ഫെറിക്കൽ മിറർ ആൻഡ് എ തിൻ സ്ഫെറിക്കൽ ലെൻസ് have a focal length of -20 centimeter. The mirror and lens are likely to be. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ലേ, ഫോക്കൽ ലെങ്ത് -20 സെൻറ്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് -20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും മൈനസ് ഫോക്കൽ ലെങ്ത് വന്നാൽ അത് എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും, ശരിയല്ലേ? സോ
ഇവിടെ തന്നിരിക്കുന്ന സ്ഫെറിക്കൽ മിററും സ്ഫെറിക്കൽ ലെൻസും രണ്ടും എന്ത് തന്നെയാണ്, കോൺകേവ് നേച്ചർ തന്നെയാണ് ഉണ്ടാകുന്നത്. സോ ആൻസർ ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ബോത്ത് കോൺകേവ് ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫോക്കൽ ലെങ്ത് ആൻഡ് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഓഫ് പവർ -1 ഡയോപ്റ്ററിസ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതിൻ്റെ പവർ തന്നിട്ടുണ്ട് അല്ലേ, -1 ഡയോപ്റ്റർ എന്ന് തന്നിട്ടില്ലേ. സോ നമുക്കറിയാവുന്ന ഫോർമുല എന്ന് പറയുന്നത് പവർ ഇൻ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എന്നല്ലേ. ശരിയാണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ. സോ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 പവർ ഇൻ ഡയോപ്റ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 -1 എന്ന് കിട്ടും. ദെൻ നമുക്ക് മീറ്ററിലല്ല സെൻറ്റിമീറ്ററിലാണ് ആൻസർ വേണ്ടത്. സോ ഫോക്കൽ ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും -1/1 × 100 ദാറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? -100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 100 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എ നീഡിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്. Where is the needle placed in front of the convex lens if the size of the image is equal to size of the object? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സൈസ് ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഫോംസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എ നീഡിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്. Where is the needle placed in front of the convex lens if the size of the image is equal to size of the object? അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ദി ഇമേജും സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും രണ്ടും സെയിം ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഫോർമുലയുണ്ട് 1/f = നമ്മുടെ ഫോർമുല എന്താ? 1/f = 1/v - 1/u ആണല്ലേ. ഇതിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും 50 സെൻറ്റിമീറ്റർ ആണ്, മൈനസ് ഇമേജ് ഡിസ്റ്റൻസും 50 സെൻറ്റിമീറ്റർ ആണ്. ദെൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. സോ നമുക്ക് എന്താ കിട്ടുന്നത്? 1/50 + 1/50 യു ആർ ഗെറ്റിംഗ് 2/50 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 1/25 ആണ്. ഓക്കെ, സോ 1/f = എന്ത് കിട്ടി? 1/25 കിട്ടി. സോ 1/f = 1/25 ആണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് എഫിൻ്റെ വാല്യൂ അല്ലേ? ശരിയല്ലേ? Where is the needle placed in front of the convex lens if size of the image is equal to size of the object? അപ്പോൾ നോക്കൂ, ഇവിടെ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 25 ആണ് കിട്ടുന്നത്. ശരിയാണോ? എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25. അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ 25 കിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എഫിൻ്റെ വാല്യൂ 25 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മൾ ഈ ഒബ്ജക്റ്റ് ഫോം ചെയ്തേക്കുന്നത് എവിടെയാണ്? എഫിലാണ് അല്ലേ. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണോ ആ ഫോക്കൽ ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഹിയർ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is placed at a distance of 10 cm from a convex mirror of focal length 15 cm. Then the position and nature of image is. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊസിഷനും അതുപോലെ നേച്ചർ ഓഫ് ഇമേജും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുലയുണ്ട്. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/f - 1/u ആണല്ലോ. ഇവിടെ ഓൾറെഡി ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത്? 15 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1/15 മൈനസ് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? 10 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1/-10 എന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ -10 എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. സോ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് 1/15 + 1/10. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ 10 + 15 ദാറ്റ് ഈസ് 25 / 15 × 10 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? 6 എന്ന ആൻസർ കിട്ടും.
സോ 6 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. പക്ഷേ ഈ 6 സെൻറ്റിമീറ്ററിൽ തന്നെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും വന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ, ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ഇമേജ് കൂടി ചോദിച്ചിട്ടുണ്ട്. നേച്ചർ ഓഫ് ഇമേജ് എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തേക്കുന്ന എത്ര ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. കോൺവെക്സ് മിററാണ്, കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ കോൺവെക്സ് മിററിൽ 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചേക്കുന്നത്, ഫോക്കൽ ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓബിയസ്ലി ഫോക്കസിനും പോളിനും ഇൻ ബിറ്റ്വീനാണ് വരുന്നത് അല്ലേ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. സോ പൊസിഷൻ എന്ന് പറയുന്നതും അല്ല എൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒബ്വിയസ്ലി വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ, വെർച്വൽ ഇമേജ് ആയിരിക്കും. അതുപോലെ ഇറക്റ്റാണ്, ഡിമിനിഷ്ഡ് ആണ്, ആക്ച്വൽ സൈസിനേക്കാളും ചെറിയൊരു സൈസിലായിരിക്കും ആ പറഞ്ഞ ഇമേജ് ഉണ്ടായിരിക്കുക. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.